ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ ഡിവോഴ്സ് റേറ്റ് കൂടുകയാണോ അതേ കുറയുകയാണോ? കൂടുകയാണ്, തീർച്ചയായിട്ടും കൂടുകയാണ്. ആദ്യം ഫാമിലി കോടതികൾ ആരംഭിക്കുന്ന സമയത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് വേണ്ടി ഒരൊറ്റ കോടതിയാണ് പോങ്ങുമൂട് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 4 കോടതികളുണ്ട്, ഫാമിലി കോടതികൾ. അതായത് വഞ്ചിയൂര്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്. എന്നിട്ടും റേറ്റ് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഈ മാനസിക അവബോധങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ചുറ്റും നോക്കിയാൽ ഇപ്പം ടെലിവിഷനിലൂടെ ആയാലും ആകാശവാണിയിലൂടെ ആയാലും എല്ലാ സ്ഥലത്തും നമ്മളൊരു കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ പൊതുവിൽ എല്ലാവർക്കും അറിയാം. സ്കൂളുകളിൽ പോലും കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയും കൗൺസിലേഴ്സൊക്കെ വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഡിവോഴ്സ് റേറ്റ് ഇങ്ങനെ കൂടാനായിട്ടുള്ള കാര്യം? പണ്ട് നമ്മുടെ സൊസൈറ്റി, കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ചിന്താഗതി പുലർത്തുന്നവരായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു പ്രധാന ഘടകമാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ സ്ത്രീകൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ പിന്നെ എന്തിനു വേണ്ടി ഇതൊക്കെ സഹിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ടായി. അതോടുകൂടിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. പിന്നെ പ്രധാനമായിട്ട് ലഹരി, പിന്നെ മറ്റ് റിലേഷൻസ്, ഇതുമൊക്കെ അതിലൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ നമ്മൾ ഈ പലപ്പോഴും ഈ ഡിവോഴ്സിൻ്റെ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പൊതുവിൽ ആൾക്കാർ മീൻസ് അച്ഛനും അമ്മയൊക്കെ കൺസേൺ ചെയ്യുന്നുണ്ട്. ഒരു ലീഗലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർ കുട്ടികളെ കുറിച്ച് എത്രയ്ക്കായാലും ബയോളജിക്കൽ പാരൻസ് അതാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്തെങ്കിലും ഈ വരുന്ന ക്ലയൻസിന് ഉണ്ടാവാറുണ്ടോ? കൂടുതലും അമ്മമാരാണ് അതിലൊരു കൺസേൺ കാണിക്കാറുള്ളത്. അച്ഛന്മാരില്ലാന്ന് ഞാൻ പറയില്ല. എന്നാലും ഭൂരിഭാഗം അമ്മമാരാണ് കുട്ടികളെ സ്വന്തം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അച്ഛന്മാരും ജെന്യുവിനായിട്ട് കുറച്ച് പേര്, എന്ന് വെച്ചാൽ ഒരു 30% എന്ന് വേണമെങ്കിൽ പറയാം, ജെനുവിൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അല്ലാതുള്ളവർ വാശിയുടെ പുറത്താണ് കസ്റ്റഡി പെറ്റിഷൻ ഫയൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം മാഡത്തിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വരികയാണ് സെപ്പറേഷനെ കുറിച്ച്. സ്വാഭാവികമായിട്ടും മാഡത്തിനെ പോലെയുള്ള ആൾക്കാർ അവരെ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു വിടാറുണ്ടോ? ഞാൻ കൗൺസിലിംഗ് പ്രോസസ്സിനായിട്ട് വിടാറില്ല. ഞാൻ കുട്ടികളുള്ളവരാണെങ്കിൽ വേറെ ഇവർക്ക് ഇല്ലീഗൽ റിലേഷനോ മറ്റ് മദ്യപാനമോ മറ്റ് അഡിക്ഷൻസോ ഒന്നും ഇല്ലെങ്കിൽ മാക്സിമം ഇവരെ കുട്ടികളുടെ ഭാവി ഓർത്ത് ഒന്നിച്ച് വിടാനായിട്ട് സംസാരിക്കാറുണ്ട്. അതിനുവേണ്ടി കുറേ സമയം ഞാനും ഒരു വക്കീലെന്നുള്ളതിലുപരി ഞാനും ഒരു കുടുംബിനിയാണ്. അപ്പോൾ എനിക്കും 2 മക്കളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയുടെയും കെയർ പ്രത്യേകിച്ച് കൗമാരകാലത്ത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവിടെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനും ഉണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ കേസസ് കാണുമ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഏതെങ്കിലും കപ്പിൾസിൽ ഒരാളിനെ ഐദർ വൈഫ് ഹസ്ബൻഡിന് കണ്ടാൽ തന്നെ അവരത് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താനായിട്ട് തയ്യാറല്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറല്ല. പക്ഷേ അവർക്ക് ആൾറെഡി അവർ സെപ്പറേഷനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അവരെ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ലീഗലായിട്ട് നീങ്ങാൻ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളെ റൂൾസ് അനുസരിച്ച്? നമുക്ക് ഫാമിലി കോടതിയിൽ ഇവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇപ്പോൾ ഒരു 4-5 ഡോക്ടേഴ്സിൻ്റെ നെയിംസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ സൈക്കോളജിക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട് വിടാനും പ്രൊസീജിയറുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എനിക്ക് രോഗാവസ്ഥയുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു മാരേജിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ അവെയർ ആയിരിക്കാം, ചിലപ്പം അതിനെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് ആ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്?
അതിനായിട്ട് ഇപ്പോൾ കേസിലാണെങ്കിൽ നമ്മൾ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഏതൊരു ഹസ്ബൻഡ് ഓർ വൈഫ് ആരാണോ ഇതിൽ സഹിക്കുന്നത് അവരാണ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ കോടതിക്കും കൂടെ അത് ബോധ്യമായി കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡിന് മുമ്പായി ഹാജരാകാൻ പറയുകയും അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വരുത്തുകയും ഒക്കെ ചെയ്യാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് താമസം ഉണ്ടാവില്ലേ? കോടതികളിൽ അതിൻ്റേതായിട്ടുള്ളൊരു താമസം എന്തായാലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഫാമിലി കോടതിയിൽ തന്നെ പ്രതിവർഷം 3500-ലധികം കേസ്, അതായത് വഞ്ചിയൂർ മാത്രം. പിന്നെയും 3 കോടതികളുണ്ട്. ഇപ്പം ആദ്യം കോടതികൾ വരുമ്പോൾ ഈ വഞ്ചിയൂർ കോടതിയിൽ നമ്മൾ വക്കീലന്മാരെന്നുള്ള നിലയിലെയോ നമുക്ക് കേസ് കുറഞ്ഞു പോകുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നുമില്ല. ആദ്യം ഫസ്റ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത പോസ്റ്റിംഗ് ഒരു 3 മാസം കഴിഞ്ഞോ മറ്റുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് അത്രയും വ്യത്യാസം ഒക്കെ ഉണ്ടാവാറുണ്ട്, അത്രയും കാലതാമസമൊക്കെ വരാറുണ്ട്. പക്ഷെ മ്യൂച്വൽ ആണെങ്കിൽ കുറെ കൂടെ എളുപ്പത്തിൽ നടക്കും അല്ലേ? മ്യൂച്വൽ പെറ്റീഷൻ ആണെങ്കിൽ ആദ്യം ഒരു 6 months ഉണ്ടായിരുന്നു. മ്യൂച്വൽ പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 6 months പീരീഡ് എന്ന് പറയുന്ന ഒരു കൂളിംഗ് പീരീഡാണ്. അതായത് നമുക്ക് റീതിങ്ക് ചെയ്യാനുള്ള അവസരം. നമ്മൾ ഇത്രയും ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിച്ചിരുന്നവരാണല്ലോ. അപ്പോൾ ഒരുപാട് കാലം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിച്ചിരുന്നവർ ഏതോ ഒരു പോയിന്റിൽ തെറ്റിപ്പിരിയുകയാണ്. അപ്പോൾ അവർക്ക് റീതിങ്ക് ചെയ്യാനായിട്ടാണ് ഈ 6 months പീരീഡ് കോടതി ആക്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ അത് ഒരു 2017 ജഡ്ജ്മെൻറ്റിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം ഒരിക്കലും കൂടിച്ചേരാനാകാത്ത വിധം പിരിഞ്ഞു പോവുകയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവർ തമ്മിലുള്ള എല്ലാ ക്ലെയിംസും, ഫൈനാൻഷ്യലിയുള്ള ക്ലെയിംസ്, കുട്ടികളുടെ ക്ലെയിംസ്, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, ഓർണമെൻറ്റ്സ്, എല്ലാ ഡിസ്പ്യൂട്ട്സും എല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ആ കൂളിംഗ് പീരീഡ് വേവ് ചെയ്യാനായിട്ട് 14 days കഴിയുമ്പോഴത്തേക്ക് ഒരു വേവിങ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഈ 6 months വേവ് ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ കോടതിക്കും കൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ ഏകദേശം 1 മാസത്തിനുള്ളിൽ എല്ലാം കഴിയും. ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു കേസിലെ ഒരു ഡിവേഴ്സിൻ്റെ ഒരു ഇഷ്യൂസിൽ അവർ അഡ്വക്കേറ്റ് പറഞ്ഞു ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ കല്യാണത്തിന് ഉപയോഗിച്ച ആഭരണത്തിൻ്റെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഒരു ഡിവേഴ്സിൻ്റെ ഇഷ്യൂവിൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് ഈ സ്വർണം വാങ്ങിച്ചതിൻ്റെ ബില്ല് കാണിച്ചാൽ മാത്രമേ അതിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ എടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണോ? ബില്ലൊക്കെ വേണ്ടി വരുമോ? ബില്ലും കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടി നമുക്ക് നല്ലതാണ്. നമ്മൾ കോടതിയിൽ വരുമ്പോൾ എപ്പോഴും എവിഡൻസിനാണല്ലോ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 10-12 വർഷം മുമ്പുള്ള ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ഡിവോഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അല്ലല്ലോ കല്യാണത്തിന് വരുന്നത്, കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഡിവോഴ്സ് ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കോടതിയിൽ വരുന്നത്. അപ്പോൾ ബില്ല് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ബില്ലുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കേസ് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളെപ്പോഴും റിക്കവറി ഓഫ് മണി അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചില സമുദായങ്ങളിൽ, അതായത് SNDP, വിശ്വകർമ്മ, മുസ്ലിം, ഇവരുടെയൊക്കെ ആ രജിസ്റ്ററിൽ ഇത്ര ഗോൾഡ് ഓർണമെൻറ്റ്സ് വിവാഹ സമയത്ത് അണിയിക്കുന്നു എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രജിസ്റ്ററുമായിട്ട് നമ്മൾ അതിൻ്റെ കൺസേൺഡ് ഓഫീസ് ബെയറേഴ്സിനെ വരുത്തുകയും കോടതിയിൽ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ബില്ലിൻ്റെ വിഷയം ഉദിക്കുന്നില്ല.